രാവിലെ വീട്ടിൽ നിന്ന് വന്നു 2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് പോർട്ട് ബയറൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയേക്കുവാണ്. ഇവിടെ ഒരു വടംവലി ഉണ്ട്. ഇവിടുത്തെ വടംവലിക്കുള്ള പ്രത്യേകത, ഈ പോർട്ട് ബയറൻ എന്ന് പറയുന്നത് ഇല്ലിനോയ്സിൻ്റെയും അയോവയുടെയും അതിരിലാണ്. അതിൻ്റെ നടുക്കോടെ പോണത് മിസിസിപ്പി റിവറാണ്. മിസിസിപ്പി റിവർ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഏറ്റവും വലിയ റിവറാണ്. അതിൻ്റെ ആ കരയിലും ഈ കരയിലും നിന്നുകൊണ്ട്, അതായത് 2 സംസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ വടംവലി നടക്കുന്നത്. അതിനുവേണ്ടി അത് കാണാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. ഇതൊരു ഹൈസ്കൂളാണ്. ഹൈസ്കൂളിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ നമ്മൾ വണ്ടി കൊണ്ട് ഇട്ടിട്ട് ഈ കാണുന്ന മഞ്ഞ ബസ് ഉണ്ടല്ലോ, സ്കൂൾ ബസ് ഉണ്ടല്ലോ, അത് ഇവിടുന്ന് ആ ടൗണിലേക്ക്, ഇവിടുന്ന് അധികം ദൂരമില്ല, ഇവിടുന്ന് 2 മൈൽ 2.5 മൈലേ ഉള്ളൂ ദൂരം. അങ്ങോട്ട് നമ്മളെ ഷട്ടിലടിക്കും. അപ്പം അമേരിക്കയിലെ റെജിമെൻ്റ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വടംവലി കാണാം. വാ. ഞങ്ങൾ വന്നപ്പോഴേ തന്നെ ബ്രേക്ക്ഫാസ്റ്റിലാണ് ഇവിടുത്തെ കിട്ടത്. ഇവിടെ ഫയർ ഹൗസിൽ നമുക്ക് ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. അവർ ചാരിറ്റിക്ക് വേണ്ടി അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഡൊണേഷൻ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഡൊണേഷൻ കൊടുത്താൽ നമുക്കിങ്ങനെ ഒരു ബുഫേ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുണ്ട്. അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആ പാൻ കേക്കും, 2 ടൈപ്പുള്ള പാൻ കേക്കും, ഹാഷ് ബ്രൗണും, എഗ്ഗും, സോസേജും. അപ്പോൾ ടിക്കറ്റ് എടുക്കണം. ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് $5 ഒരാൾക്കുള്ള ടിക്കറ്റ് റേറ്റ്. $5 കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കയറിയിട്ട് നമുക്ക് ഈ ആക്ടിവിറ്റീസിനെല്ലാം അതിനകത്ത് ഒരു ഓൾ ഡേക്കുള്ള ടിക്കറ്റ് $5. അതായത് സത്യം പറഞ്ഞാൽ വളരെ ചീപ്പാണ്. ഈ പോർട്ട് ബയറൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടൗണാണ്. ആപ്പാണ് ഇവിടെ താമസിക്കുന്ന 1600 പേരാണ്. ഇങ്ങനെയുള്ള ലൊക്കേഷനിൽ മാത്രമേ ഈ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരുള്ളൂ. ഇപ്പോൾ ഒരു 10-17,000 പേര് അത് പ്രതീക്ഷിക്കാനുള്ള അതിനുള്ള സെറ്റപ്പൊക്കെ ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് കണ്ടു. സ്റ്റേറ്റ് മുഴുവൻ ഇങ്ങനെ കടയും ടെമ്പററി ആയിട്ടുള്ള കടകളൊക്കെ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. മുഴുവൻ വെള്ളക്കാരാണ്. ഞങ്ങൾ മാത്രമുള്ളതിനകത്ത് ഗർഭരായിട്ട്. ബിജു പണി കിട്ടുമോ? ഒരു മുഴുവൻ ട്രിപ്പിൻ്റെ ആൾക്കാരാണ്. പണിയെടുക്കാൻ ചാൻസ് ഇല്ലല്ലേ? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ അറിയാം. അവർക്ക് എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരാളെ വെള്ളത്തിൽ മുക്കണ ഒരു ട്രഡീഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ട്രഡീഷൻ ഉണ്ട്. ഒരാളെ റിവറിൽ മുക്കുന്ന അവസാനം നമ്മളെ പിടിച്ച് മുക്കുവോ? ഞാൻ ചുമ്മാ പറഞ്ഞു, അങ്ങനത്തെ ട്രഡീഷൻ ഒന്നും ഇല്ല. ഈ വടംവലി എന്ന് പറഞ്ഞാൽ 3 ദിവസത്തെ പരിപാടിയാണ്. വടംവലി ഒരു ദിവസമേ ഉള്ളൂ, ശനിയാഴ്ച മാത്രമേ ഉള്ളൂ. പക്ഷേ വ്യാഴാഴ്ച തൊട്ട് ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ ഇത്. പിന്നെ കാർണിവലുണ്ട്. മിക്കവാറും സമ്മറിലൊക്കെ എല്ലാ പ്രദേശങ്ങളും ഇതുപോലെ കാർണിവലൊക്കെ വരും. കാർണിവലിൽ നമ്മുടെ നാട്ടിലെ പെരുന്നാൾ പോലെ പെട്ടിക്കടകളും അത് ഇതൊക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ്. രസമാണ്. ഇങ്ങനെ വൈകുന്നേരം വന്നിട്ട് ഹാങ് ഔട്ട് ചെയ്യാനും പിന്നെ മ്യൂസിക് ബാൻഡായിട്ടും അത് ഇതൊക്കെ ആയിട്ടുള്ള പല പരിപാടികളുണ്ട്. സമ്മറിൽ ഇവിടെയൊക്കെ ഇങ്ങനത്തെ കൊച്ചു ടൗണിലൊക്കെ ഇതുപോലത്തെ പരിപാടികൾ ധാരാളം ഉണ്ട്. ആൾക്കാർ ന്യായമായിട്ട് ഉണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വലിയ തെറ്റില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങി. പിന്നെ ഇതുപോലെ ഇങ്ങനെ 1 മണിക്കൂറിലുണ്ട്. ഒരു 12 തൊട്ടേ വടംവലി തുടങ്ങുള്ളൂ. ഈ കാണുന്നത് ഇതാണ് മിസിസിപ്പി റിവർ. ഇതിൻ്റെ അപ്പുറയിൽ സത്യം പറഞ്ഞാൽ അടുത്ത സ്റ്റേറ്റാണ്, അയോവ സ്റ്റേറ്റായി കാണുന്നത്. ഇത് മിസിസിപ്പിൻ്റെ അടുത്ത സ്റ്റേറ്റാണ് ഈ കാണുന്നത്. ഇവിടെ മിസിസിപ്പിക്കാണ് വലിയ വീതിയില്ല, പക്ഷേ നല്ല ആഴമുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ ബാർജ് ട്രാൻസ്പോർട്ടേഷൻ വളരെ ഭംഗിയായിട്ടുണ്ട്. ബാർജ് എന്ന് പറയുന്നത് ഗുഡ്സ് കൊണ്ടുപോകുന്ന ഒരു സെറ്റപ്പാണത്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. ഈ കാണുന്നത് ഇല്ലിനോയ് സ്റ്റേറ്റും ആ കാണുന്നത് അയോവ സ്റ്റേറ്റും ഇതിൻ്റെ ബൗണ്ടറിയാണ് മിസിസിപ്പി റിവർ. മിസിസിപ്പി റിവർ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഏറ്റവും വലിയ റിവറാണ്. നീളം കൊണ്ട് 5-6 സ്റ്റേറ്റ് കവർ ചെയ്ത് പോണത് ആണ് അത് ആ റിവർ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അതേ ഗെയിമൊക്കെ തന്നെ അല്ലേ? അല്ലേ? ഷൂട്ടിംഗ് ഗെയിം, ബലൂൺ പൊട്ടിക്കുന്ന ഗെയിം. ബിജു രാവിലെ ബിയർ തുടങ്ങിയല്ലോ. ഇവരെ പിടിച്ചോണ്ട് പോകണം കണ്ടില്ലേ? ഡക്ക് ഇതെന്നാ കളിക്കുന്നത്? ഇതെങ്ങനെ ഇത് കളിക്കുന്നത്? ഓ, ഡെക്കിനെ മാക്സിമം ടൈം ഡെക്കിനെ കോരി എടുക്കണാണോ? ഇത് മിസിസിപ്പി റിവർ അമേരിക്കയിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ്. ഇത് മിനസോട്ട സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് ഗൾഫ് ഓഫ് മെക്സിക്കോയിലാണ് ഇത് കടലിൽ പതിക്കുന്നത്. ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇല്ല, അതിപ്പോൾ ഗൾഫ് ഓഫ് അമേരിക്കയാണ്. പുതിയ പ്രസിഡന്റ് വന്നപ്പം ആദ്യം ചെയ്ത പരിപാടി ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റിയിട്ട് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കുവാണ്. പക്ഷേ കടൽ പഴയ സെയിം കടൽ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. മിസിസിപ്പി റിവർ ഏകദേശം 10 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. മിനസോട്ട, വിസ്കാൻസൺ, അയോവ, ഇല്ലിനോയ്സ്, മസൂറി, കെൻറ്റക്കി, ടെന്നസി, ആർക്കൻസാസ്, മിസിസിപ്പി ആൻഡ് ലൂസിയാന. ലൂസിയാനയിലെ ന്യൂ ഓർലിയൻസിന് സമീപമാണ് ഇത് കടലിൽ പതിക്കുന്നത്.
ഈ മിസിസിപ്പി റിവർ അമേരിക്കയിലെ ഒരു മേജർ ട്രാൻസ്പോർട്ടേഷൻ റൂട്ടാണ്. ഇതിനകത്ത് ബാർജുകളിലായിട്ട് അമേരിക്കയിലുണ്ടാകുന്ന കോണ്, അതുപോലെ ഗോതമ്പ്, ഓയില്, നാച്ചുറൽ ഗ്യാസ്, കോൾ ഷിപ്മെൻറ്റ്, ഇതൊക്കെ കാര്യമായിട്ട് തന്നെ ടൺ കണക്കിന് സാധനങ്ങൾ ഇതിലൂടെ ഷിപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഷിപ്മെൻറ്റ് പോകുന്ന ബാർജുകളിലാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു സിംഗിൾ ബാർജാണ്. അതിൻ്റെ നീളം എന്ന് പറയുന്നത് 195 അടിയും വീതി 35 അടിയാണ്. അതിൻ്റെ ആഴം എന്ന് പറയുന്നത് ഏകദേശം 12 അടിയേ ഉള്ളൂ ആഴം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത് കയറുന്നത് 1500 ടൺ സാധനമാണ്. ഇതുപോലെയുള്ള 10ഉം 14ഉം ബാർജുകൾ ഒരുമിച്ച് കെട്ടിച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ വൻപിച്ച രീതിയിലുള്ള കാർഗോ മൂവ്മെന്റ് നടക്കുന്നതാണ് ഈ ബാർജ് ട്രാൻസ്പോർട്ടേഷൻ. ഇതാണ് ഈ സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ടാകുന്ന കോണും അതുപോലെ തന്നെ ഗോതമ്പും ഒക്കെ വളരെ തുച്ഛമായ മൈൽസ് പെർ കോസ്റ്റിൽ ലോക വിപണിയിൽ അമേരിക്കയ്ക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഈ മടക്കിയിട്ടേക്കാണ് വടം. 2700 ഫീറ്റ് നീളത്തിലുള്ള വടമാണ്. ഇതിവിടെ മടക്കിയിട്ടേക്കാണ്. ഇത് കുറേ മടക്കായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ വന്നിട്ട് ഈ ട്രക്കയിൽ ബാക്കിയുള്ളത് ചുറ്റി വെച്ചിട്ടുണ്ട്. ഒരു റോളായിട്ട് ട്രക്കയിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് സംഭവിക്കാൻ പോണത് ഇവിടുന്ന് ആ കാണുന്ന ബോട്ടയിൽ കണക്ട് ചെയ്തിട്ട് ഇത് റിവറിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയത്. എന്നിട്ട് അടുത്ത ടീം നിൽക്കുന്നത് റിവറിൻ്റെ അടുത്ത കരയിലാണ്. അവിടെ നിന്നാണ് വടം വലിക്കുന്നത്. അപ്പം റിവറിൻ്റെ ഇപ്പുറയായിട്ടാണ് ഈ വടംവലി വന്നത്. മിസിസിപ്പി റിവർ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ നീളമുള്ള റിവറാണ്. ഏറ്റവും വലിയ റിവറാണ് അമേരിക്കയിലെ. ലോകത്തിലെ തന്നെ എനിക്ക് 4ാമത്തെ ആണ് അല്ലെങ്കിൽ 3ാമത്തെയാണ്. നമ്മൾ ഏത് വെബ്സൈറ്റ് വിക്കിപീഡിയയിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ 4ാമത്തെ എന്നാണ് കാണുന്നത്. പക്ഷേ ഗൂഗിൾ നോക്കുമ്പോൾ 3ാമത്തേതാണ് കാണുന്നത്. അങ്ങനെ ആയാലും 3ാമത്തെയോ 4ാമത്തെയാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കയിലെ ഏറ്റവും വലിയ റിവറാണ് മിസിസിപ്പി. അതിൻ്റെ അക്കരെ ഇക്കരെ നിന്നായിട്ട് ഈ വടം വലി നടക്കുന്നത്. ഇതിനുവേണ്ടി ഇപ്പോൾ റോപ്പ് അവരിപ്പോൾ ഇത് ഉടനെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. ഈ റോപ്പ് ഈ ബോട്ടിൽ ഇവിടെ എൻ്റെ മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞു. ഈ മെഷീനാണ് റോപ്പ് കണക്ട് ചെയ്തേക്കുന്നത്. എന്തോ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെന്ന് തോന്നുന്നു. വണ്ടി ആദ്യത്തെ അടിക്ക് സെൽഫ് കിട്ടണില്ല. തള്ളണ്ടി വരുമോ? പണിയായെന്നാണ് തോന്നുന്നത്. കിട്ടണില്ല. രക്ഷപ്പെട്ട് മെഷീൻ ഓണായി. അടുത്ത പരിപാടി റോപ്പ് വലിക്കുക എന്നുള്ളതാണ്. 2700 അടി നീളമുള്ള റോപ്പാണ്. അതിൻ്റെ പലതായിട്ട് മടക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു എഡ്ജാണ് ഇതേ നിൽക്കുന്നത്. 900 പൗണ്ടിനടുത്ത് വെയിറ്റ് ഉണ്ടെന്ന് അവർ പറയണത്. 900 പൗണ്ട് എന്ന് പറഞ്ഞാൽ 1 പൗണ്ട് എന്ന് പറഞ്ഞാൽ 1 കിലോ എന്ന് പറഞ്ഞാൽ 2.2 പൗണ്ടാണ്. ഏകദേശം 900 എന്ന് പറയുമ്പോൾ ഏകദേശം 400 കിലോയോളം തൂക്കമുള്ളതാണ്. 2700 അടി നീളമാണ് ഈ റോപ്പിൻ്റെ നീളം. 2 സംസ്ഥാനങ്ങളിലായിട്ട് നിന്നിട്ടാണ് ഇതിൻ്റെ വടംവലി നടക്കുന്നത്. അമേരിക്കയിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ് ഞാനിത് കണ്ടേക്കുന്നത്. 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വടംവലി. ഇപ്പോൾ അവർ റോപ്പ് നദിയുടെ അക്കരയിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയാണ്. വടംവലി തുടങ്ങിയിട്ടില്ല. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ കൂടി നിൽപ്പുണ്ട്. അവിടെ പിള്ളേരുടെ വടംവലിയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതിൻ്റെ അനൗൺസ്മെൻറ്റാണ് കേൾക്കണത്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. മുഴുവൻ വെള്ളക്കാരാണ് കൂടിയേക്കണത്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ കറമ്പലായിട്ടോ ബ്രൗൺ ആയിട്ടോ എന്നൊക്കെ പറയാം. ഇതും കറമ്പലെ പോലും കാണാനില്ല. ആ ബോട്ട് കണക്ട് ചെയ്തിട്ട് ആ ബോട്ട് ആ അക്കരയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വടം വലിച്ചുകൊണ്ട് പോകാനുള്ളത്. വടത്തെ കണക്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഒഴുക്കുണ്ട്. നല്ല ഓളമുണ്ട്. ചെറുതായിട്ട് കാറ്റുമുണ്ട്. ഇനിയിപ്പോൾ കാറ്റിൻ്റെ ആണോ എന്തായാലും നല്ല ഓളമുണ്ട്. അതിൻ്റെ മുമ്പിലൊരു പൈലറ്റ് ബോട്ട് പോകുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം. ആ ബോട്ടിൻ്റെ പുറകിൽ വടം ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വടം ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വടത്തിൻ്റെ ചുരുളുകൾ നീങ്ങുന്നുണ്ട്. ആ ബോട്ട് പോകുന്നതനുസരിച്ച് ഒരു പുള്ളിയൊക്കെ കയറ്റിയിട്ടാണ് അത് വടം കണക്ട് ചെയ്തേക്കുന്നത്. ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൽ ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയെ കണക്ട് ചെയ്തിട്ടാണ് ബോട്ട് കണക്ട് ചെയ്തേക്കുന്നത്. അതവരെ ബോട്ട് ഏകദേശം നദിയുടെ നടുക്കെന്തോ. ഇത് 1987 തൊട്ടുള്ളൊരു പരിപാടിയാണ്. ഇവിടുത്തെ 2 3 പേര് ഒരു ബാറിരുന്ന് ആലോചിച്ച് തുടങ്ങിയ പരിപാടിയാണ്. ഇന്ന് എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നുന്നത് വളരെ തിരക്കുള്ള ബാർജ് പോണ ഒരു ട്രാൻസ്പോർട്ടേഷനുള്ള ഒരു റിവറായത്. ആ ബാർജ് ട്രാൻസ്പോർട്ടേഷൻ ഇത്ര സമയം നിർത്തിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ബാർജ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്
ഒത്തിരി ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ ഒത്തിരി ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടി, വളരെ ചിലവ് ചുരുക്കിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ബാർജ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്താമെന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ലല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇതിൽ വന്നിട്ട് ഇതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് തീരുമാനിച്ചത്. നമ്മുടെ റോപ്പ് അങ്ങനെ കയറിപ്പോയിക്കൊണ്ടേയിരിക്കണം. പ്ലാസ്റ്റിക് റോപ്പാണ്, നമ്മുടെ നാട്ടിലെ പോലെ വടംവലിക്കുള്ള കയറിൻ്റെ റോപ്പല്ല, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ റോപ്പാണെന്നാണ് തോന്നുന്നത്. കണക്ട് ചെയ്ത റോപ്പ് കണക്ട് ചെയ്ത ബോട്ട് അക്കരെ ചെന്നു, അക്കരെ കാണുന്നു. അവിടെയാണ് മറ്റേ സംസ്ഥാന തീരം, അവിടെയാണ് മറ്റേ ടീം നിൽക്കുന്നത്. അവിടെ കുറേ ടെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. ബോട്ട് ആ കരയ്ക്ക് ചെന്നു, അതിൻ്റെ അവിടെ കണക്ട് ചെയ്യാനുള്ള പരിപാടി ഇപ്പോൾ നടക്കുന്നത്. അതിന് ലക്ലെയർ എന്ന് പറഞ്ഞ ഒരു ടൗണാണ്, ലക്ലെയർ അയോവ എന്ന് പറഞ്ഞ ഒരു ടൗണാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പോർട്ട് ബയറൻ എന്ന് പറഞ്ഞത്, അത് ഇല്ലിനോയ്സ് സംസ്ഥാനത്തിലുള്ള ഒരു ടൗണാണ്. അപ്പുറത്തുള്ളത് ലക്ലെയർ അയോവ എന്ന് പറഞ്ഞ ഒരു ടൗണാണ്. ചെറിയൊരു ടൗണാണ്, അവിടെ വലിയ കാര്യമായിട്ടുള്ള ഒന്നും ഞാൻ കാണുന്നില്ല. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഉള്ളൂ. ഈ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ പോർട്ട് ബയറിൽ 1600 പേരാണ് ഇവിടെ താമസിക്കുന്നത്. അവിടെ ഇട്ടിട്ട റോപ്പ് മുഴുവൻ തീർന്നു. ഉണ്ടോ ഇവരിപ്പോൾ ഉണ്ടോ ഇപ്പോൾ ഈ വണ്ടിയിലൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് അത് റോപ്പാണോ ഇത് ഗൈഡ് വയറാണോ? ഇത് കണ്ടിട്ട് ഗൈഡ് വയറാണെന്ന് തോന്നുന്നല്ലോ. നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കി, ദിസ് ഇസ് ദ റോപ്പ് ഓർ ഗൈഡ് വയർ എന്ന്. ഈ വടംവലി നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഒരു വടംവലിയല്ല, സത്യം പറഞ്ഞാൽ ഇതൊരു ആംഗിളിലാണ് ഈ വടംവലി കിടക്കുന്നത്. ഇങ്ങനെ വന്നിട്ട് അവിടെ വന്നിട്ട് ആ പോസ്റ്റ് കാണുന്നില്ല, ആ പോസ്റ്റിൽ നിന്ന് ഒരു പുള്ളി ഇട്ടിട്ട് ഒരു 90 ഡിഗ്രി ആംഗിളിലാണ് ഈ ഇത് റിവറിലേക്ക് പോണത്. അക്കരെ കാണുന്നത് കണ്ടോ, റിവറിൽ കൂടെ പോയിട്ട് റിവർ അങ്ങനെ പോയിട്ട് ഇവിടെ അത് കണക്ട് ചെയ്തേക്കുന്നത്. ആ ടെൻ്റെ കാണുന്ന ആ ഭാഗത്താണ് കണക്ട് ചെയ്തേക്കുന്നത്. അവിടുത്തെ ടീം നിൽക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഒരു 90 ഡിഗ്രി ആംഗിളിലാണ് ഇത് വന്നത്. ഇത് നടുക്ക് നമ്മുടെ നാട്ടിൽ കയറ് കെട്ടും പോലെ അല്ലെങ്കിൽ മാർക്ക് ചെയ്യുമ്പോഴും ചെയ്യാൻ പറ്റാത്ത കാരണം ഇത് ഇത്ര ദൂരം വലിച്ചു മാറ്റാൻ, ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇത്ര ദൂരം വലിച്ചു മാറ്റാനുള്ള ടീമിനാണ് ഗിഫ്റ്റ്, അവരെയാണ് വിന്നേഴ്സായിട്ട് പറയുന്നത്. അല്ലാതെ നമുക്ക് ഒരു സാധാരണ ട്രഡീഷൻ, നമ്മുടെ നാട്ടിലെ ട്രഡീഷണൽ ആയിട്ടുള്ള വടംവലി പോലുള്ള വടംവലി അല്ല ഇത് വന്നത്. ഇതിൻ്റെ ആ ഇത്ര ദൂരം വലിച്ച് ഇത്ര കുറഞ്ഞ സമയം, ഏറ്റവും കുറഞ്ഞ സമയത്തിനകം ഇത്ര ദൂരം വലിച്ചു മാറ്റാൻ ആ ടീമിന് പറ്റുന്ന ടീമാണ് വിന്നേഴ്സായിട്ട് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് കോൺട്രവേഴ്സിയൊക്കെ ഉണ്ട്. കാരണം ഈ വടത്തിൻ്റെ ഒരു ഭാഗം കിടക്കുന്നത് ഈ റിവറിനകത്താണ്. അപ്പോൾ അതിനകത്ത് ഒഴുക്കുണ്ട്. ആ ഒഴുക്ക് ആർക്ക് അനുകൂലമാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ എന്തൊക്കെയായാലും 1987 തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഇത്ര കാലമായിട്ട് മുടങ്ങാതെ നടക്കുന്നതാണ്. അതും 1600 പേര് താമസിക്കുന്ന ടൗണിലാണ് ഇത് നടത്തുന്നത് ഓർക്കണം. അപ്പോൾ അതിൻ്റെ ആ സ്പിരിറ്റ് മനസ്സിലായല്ലോ. ഒരു ഫണ്ടിന് വേണ്ടി ചെയ്യുന്നതാണ്. അമേരിക്കയിൽ ഉള്ള കേസൊക്കെ പ്രത്യേകിച്ച് വെളുപ്പയുടെ കാര്യത്തിലൊക്കെ ഉള്ളൂ, വലിയൊരു ഫണ്ടിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അത് ആൾക്കാർ വന്നിട്ട് എൻജോയ് ചെയ്യുക, ഹാങ് ഔട്ട് ചെയ്യുക, അതൊക്കെ ഉള്ളൂ. അപ്പോൾ നാട്ടിലെ വടംവലിയായിട്ട് കമ്പയർ ചെയ്യല്ലേ. നാട്ടിലെ വടംവലിക്ക് സെൻട്രൽ ലൈനിൽ 3 മാർക്ക് വെച്ചിട്ട് അത് ആ മാർക്ക് വലിച്ചു നീട്ടുന്നവരാണല്ലോ വിന്നേഴ്സായിട്ട് പറയണത്. ഇവിടെ അങ്ങനെയല്ല. കുറഞ്ഞ സമയം കൊണ്ട് ആ സമയം കൊണ്ട് ആ സ്പേസ് വലിച്ചു മാറ്റുന്നവരാണ് വിന്നേഴ്സ്. ഇതിൻ്റെ ട്രാക്കൊക്കെ ഇത്രേ ഉള്ളൂ. കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് വലിച്ചു നോക്കി ട്രയലൊക്കെ ചെയ്യുന്നുണ്ട്. ബിജു ഏറെ പ്രതീക്ഷിച്ച് ടാഗ് എടുക്കട്ടെ, കൈയൊക്കെ ഒരു ഐഡി നോക്കിയില്ലേ? ഐഡി നോക്കും, ഐഡി നോക്കിയിട്ട് ടാഗ് തന്നെയാണ്. അതെ അതെ, നമ്മൾ ഒഫീഷ്യലായിട്ട് കുടിക്കാന്ന് അറിയാൻ വേണ്ടി ബിയർ കുടിക്കുക. നല്ല ചൂടുണ്ട് അത് കാരണം. പക്ഷെ ഇടയ്ക്ക് കാറ്റുള്ള കാരണം വലിയ കുഴപ്പമില്ല. ബിജു എന്നായാലും ഒരു ബിയറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു ബിജു. എന്നാലും അഡ്വൈസർ അടിച്ചുകൊണ്ട് നമുക്ക് ടാഗ് കെട്ടിയേക്കല്ലേ ഇവിടെ. Through the
that our flag was still there. Oh, say does that. ആദ്യത്തെ ടീം ലൈനപ്പ് ചെയ്യുകയാണ്. കൃത്യം 12 മണിയായപ്പോൾ തന്നെ നാഷണൽ ആന്തത്തോടു കൂടി തുടങ്ങി. അമേരിക്കയിലെ നാഷണൽ ആന്തം പാടുമ്പോൾ എല്ലാവരും അറ്റൻഷനായിട്ട് നിൽക്കും. അതുപോലെ തന്നെ അമേരിക്കയിലെ എല്ലാ പരിപാടിയും തുടങ്ങുന്നത് നാഷണൽ ആന്തത്തോടു കൂടിയാണ്. ആദ്യത്തെ ടീം ലൈനപ്പ് ചെയ്യുകയാണ്. 20 പേരാണ് ഒരു ടീമിലുള്ളത്. അങ്ങനെ 10 ടീമുണ്ട്. അതുപോലെ തന്നെ 25 പേരുള്ള വനിതകളുടെ മറ്റൊരു ടീമാണ്. അങ്ങനെ 11 ടീമിൻ്റെ വലിയ നടക്കുന്നത്. എല്ലാം ടീം ആദ്യത്തെ ടീം ലൈനപ്പ് ചെയ്യണം. രണ്ടാമത്തെ ടീം റെഡ് ഷർട്ടിട്ടിട്ട് അവിടെ അതിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. ആദ്യത്തെ മത്സരം തുടങ്ങിയാണ്. ആദ്യത്തെ മത്സരത്തിലുള്ള ടീം ലൈനപ്പ് ചെയ്ത് കഴിഞ്ഞു. 20 പേരുള്ള ടീമാണിത്. 20 അങ്ങനെ 10 ടീമുണ്ട്. അതുപോലെ 25 പേരുള്ള വനിതകളുടെ ഒരു ടീമുണ്ട്. ആകെ 11 ടീമാണ്. കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞു. മത്സരം തുടങ്ങുകയാണ്. 5, 4, 3, 2, 1. പുഷ്പം പോലെ വലിച്ചെടുത്തത്. അടിപൊളി. അവരുടെ ഡിസ്റ്റൻസ് മുഴുവൻ വലിച്ചെടുത്തു. സെക്കൻഡ്സിനാണ് അവർ വലിച്ചെടുത്തത്. ആൾക്കാർ പുറകെ ഓടിക്കൊണ്ട് ഇവിടുത്തെ പുറകിലെ സ്ഥലം തീരുമ്പോൾ അവർ ഓടി മുന്നോട്ട് പോകണം. വേറെ വിട്ടിട്ട് അവരെ മുന്നിൽ പോയി നിൽക്കുകയാണ്. അവിടുന്ന് വലിക്കാനാണ്. ഇവിടെ ഈ സ്ഥലം തീർന്ന് കഴിയുമ്പോൾ അവർ പുറത്ത് അവിടെ പോയി വലിച്ചത്. There you go. See that? The giant centipede. Yankton Road, we don't have much time here today. We have to show what's out there. You don't want to disappoint this lady. Woo! All right, brother. Ow! Here we go. Let's go! ടയർ ഉണ്ടോ? Oh! Get him on here. Get him back on here. ആൾക്കാർ പുറകിൽ നിന്ന് വിട്ടിട്ട് മുന്നിൽ കയറി വലിച്ചോടാണ്. കോച്ചൊക്കെ നിൽപ്പുണ്ട്. ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കാനനുസരിച്ച് ഇവിടെ വലിയ ഗംഭീരമായിട്ട് പുരോഗമിക്കും. Keep popping and dropping. 30 seconds. Keep going. Take a rope to the last second. Not stopping here today. Not stopping here today. 20 seconds now. 20 seconds. Come on, boys. Boom! Up and out. Take a rope. 20 പേരുടെ ടീമാണ്. 10 ടീമുണ്ട് വലിക്കാനായിട്ട്. Getting down. മറ്റേ സൈഡിൽ ഇതുപോലെ തന്നെ സെയിം സെറ്റപ്പാണ് നമുക്ക് കാണാൻ പറ്റിയത്. 5, 4, 3, 2, 1. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. Look good. Easy on the rope. Easy up. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. First tug in the books. We'll now pull the numbers. നമ്മൾ ഒന്നേക്കാൾ ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട്. ന്യായമായിട്ടുള്ള ക്രൗഡുണ്ട്. 57 feet 2 inches. ആദ്യത്തെ റിസൾട്ട് വന്ന് 52 അടിയാണ് വലിച്ചു മാറ്റിയത്. 20 സെക്കൻഡ് കൊണ്ട് വലിച്ചു മാറ്റിയത് 52 അടിയാണ്. ഇങ്ങോട്ടാണ് വടം വന്നേക്കണം. ഓബിയസ്ലി ഇവർ തന്നെയാണ് ജയിച്ചേക്കുന്നത്. 52 അടി 20 സെക്കൻഡ് കൊണ്ടാണ് സമയം. ഇവിടെ സമയം വെച്ചാണ് വടം വലി വന്നേക്കുന്നത്. 52 അടി 20 സെക്കൻഡ് കൊണ്ട് വലിച്ചു മാറ്റി. അടുത്ത ടീം ലൈനപ്പ് ചെയ്യുക. ചുവന്ന ഷർട്ടിട്ട് 25 പേരുണ്ട്. ഒരാളാണല്ലേ. അടുത്ത ടീം ലൈനപ്പ് ചെയ്ത് കഴിഞ്ഞു. All right. 20 men against 20 men. We think. കയ്യിൽ അതിൻ്റെ തേക്കണം. അതിൻ്റെ ഒരു പൊടി പോലെ അല്ലേ, ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയായിരിക്കും അല്ലേ. We do. I think we have had one person too many once. My bad. ഇത്ര മുമ്പിലോട്ടാണ് അവർ നിൽക്കുന്നത്. എന്നിട്ട് അവർ പുറകോട്ട് വലിച്ചിരുത്തും. വലിച്ചിരുന്ന് പുറകിൽ നിന്നുള്ള ആൾക്കാർ മുന്നോട്ട് പിന്നെ ഓടി കയറുകയാണ്.
നമ്മുടെ വടംവലിയായിട്ട് വ്യത്യാസമുണ്ട്. സമയം വെച്ചുള്ള വടംവലി. നമ്മുടെ വടംവലി അങ്ങനെയല്ല. നമ്മളൊരു മൂന്ന് മാർക്ക് കിട്ടിയിട്ട് നടുവിലത്തെ മാർക്ക് വലിച്ച് മാറ്റുന്നതല്ല അതിൻ്റെ വിന്നേഴ്സായിട്ട് നിശ്ചയിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഡിസ്റ്റൻസും ടൈമും വെച്ചിട്ടാണ് ഇതിൻ്റെ വിന്നേഴ്സ് നിശ്ചയിക്കുന്നത്. ബെല്ല് വന്നു കഴിഞ്ഞു. അല്ലേ ലൈന് ഒരു റൈറ്റ് ചെയ്യണം. Start getting them lungs full of air. You guys can do the same thing. Make sure you fill the lungs with air. That's right. Hey, listen to that guy. There we go. 5, 2, 3, go! ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കാം. ഈ സ്റ്റേറ്റിലുള്ള എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യണം. ഓൾ ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കാം. മറ്റേകാലം കുറച്ച് സമയം എടുത്തുള്ളൂ എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയില്ല, ഒഫീഷ്യലായിട്ട് അറിയില്ല. മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. Down to 1 minute left, 1 minute. Let me hear you down here. Let's get out up here. Down to 49 minutes, 6. Here's where we started. Here we go. That's it. Let's get low. 10 more feet. That's 10 more feet. 10 more feet. Let's go. Hop and rock. Hop and rock. Listen to your ball. Come on, boys. Come on, Gator. Come on. 26 seconds left. 26 seconds to go. That's it. They want to hear you out there. Come on. 17 seconds left. 13 seconds. 13 seconds. Every inch is a foot. Every foot is an inch. 8, 5, 4, Down. 3, 2, 1. Mark it. Yes, indeed. Easy, easy, easy. Look good, ladies and gentlemen. Look good. ഇതിപ്പോൾ മൂന്നാമത്തെ ടീമായി വലിക്കുന്നത്. പക്ഷേ ഇത് ഇച്ചിരി പോരാ. അവർ സ്ലോ ആണ്. എനിക്ക് അയോവയിലേക്ക് ഇച്ചിരി അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നത്. എന്തായാലും വടം ഇങ്ങോട്ട് വരുന്നുണ്ട്. വരുന്നുണ്ട്. ആദ്യത്തെ 2 ടീം വലിച്ച പോലെ അത്ര സ്ട്രോങ് ആയിട്ട് ഇങ്ങ് വരുന്നില്ല. കൊണ്ടോ വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത്. മറ്റേ ആദ്യത്തെ 2 ടീം പുഷ്പം പോലെ അവർ വലിച്ചെടുത്തായിരുന്നു. ഇതില്ല. ഇതിപ്പോൾ ഒരു ഇച്ചിരി ടഫാണ്. അയോവയുടെ സൈഡ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റിയല്ല. എന്നാലും അവർ കേട്ടോ ഇത്ര ഈസി ആയിട്ട് അവർ വലിച്ചു. മറ്റേ 2 ടീമുകളിൽ ഈസി ആയിട്ട് 2 മിനിറ്റിനകത്ത് ആദ്യത്തെ ടീം 52 അടി വലിച്ചു മാറ്റി. രണ്ടാമത്തെ ടീം 2 മിനിറ്റ് കൊണ്ട് 32 അടി വലിച്ചു മാറ്റി. അങ്ങനെ ആ 2 മിനിറ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ വടം വലിച്ചു മാറ്റുന്നവർക്കാണ് അങ്ങനെയാണ് വിജയികളെ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഈ 2 ടീമും ജയിച്ചേക്കുന്ന ഇല്ലിനോയ്സ് എന്ന ടീമിലാണ് രണ്ടിലും ഇനിയുണ്ട് വലിക്കാനുണ്ട്. മൂന്നാമത്തെയാണ്. അത്ര ഈസി ആയിട്ട് വരുന്നില്ല വടം. വരുന്നുണ്ട് ഇങ്ങോട്ട് തന്നെ വടം വരുന്നത്. പക്ഷെ അത്ര ഈസി ആയിട്ട് ആദ്യത്തെ 2 ടീം പോലെ വരുന്നില്ല. മൂന്നാമത്തെ ടീമും ഇല്ലിനോയ് സൈഡിലേക്ക് തന്നെയാണ് വടം വലിച്ചു മാറ്റുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വടം തിരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ റൗണ്ടും കഴിഞ്ഞു. ഇതെനിക്ക് തന്നെ അധികം വലിച്ചിട്ടുണ്ടാവും തോന്നിയില്ല. എന്നാലും നമുക്ക് ഇതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. 4ാമത്തെ ടീമും ലൈനപ്പ് ചെയ്യുവാണ്. 4ാമത്തെ ടീമും ലൈനപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് വളരെ സ്ട്രോങ് ആയിട്ട് വലിക്കുന്നുണ്ട്. അവർ നല്ല ദൂരം വലിച്ചു കയറ്റുന്നുണ്ട്. 2 മിനിറ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ ദൂരം വലിച്ചു മാറ്റുന്ന ടീമിനാണ് വിന്നേഴ്സായിട്ട് വരുന്നത്. ഞങ്ങൾ പയ്യെ അയോവ സൈഡിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജുകളെ കയറിയിട്ട് നമുക്ക് അയോവ സൈഡിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അയോവയിലേക്ക് പോകാമെന്നുള്ള പരിപാടിയിലേക്ക് ഇവിടുന്ന് പയ്യെ സ്ഥലം കാര്യമാക്കുക. അയോവയിൽ പോയി സപ്പോർട്ട് ചെയ്യണ്ടേ. അത് കാരണം നമ്മൾ അയോവയുടെ സൈഡിലേക്ക് റിവർ ക്രോസ് ചെയ്തിട്ട് അയോവയുടെ സൈഡിലേക്ക് നമ്മൾ പോവുക.
it. We don't want to give any ഒരു back സോങ് our എടുക്കാൻ head. ഞങ്ങൾ പയ്യൊരു We're getting down to it already. എനിക്ക് അവർ വലിക്കുന്നുണ്ട്. 40 seconds, guys. Come on. Over there. Take more feet. Let's get some more feet. 30 seconds. Keep going. We're not done. We're not done. Come on, boys. Come on, boys. Keep rock and rolling. Keep rock and rolling. Keep going. We're not done. 2 minutes is nothing. 2 minutes is nothing. Get some. Get some. Get some. Come on. Yeah. Dig deep. You got water. Looking good. Look at you. On your feet. Stay on your feet. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Mark it! അങ്ങനത്തെ 4ാമത്തെ ടീമും വലിച്ചു. Yes, indeed. ഞങ്ങൾ അവിടുന്ന് ഹൈവേയിൽ നിന്ന് മാറി. ഞങ്ങൾ അവിടുന്ന് ഹൈവേയിൽ നിന്ന് പാലം കടന്ന് ക്രോസ് ചെയ്തിട്ട് അയോവ സ്റ്റേറ്റിലേക്ക് ക്രോസ് ചെയ്തു. അധികം ദൂരമൊന്നുമില്ല, 2 മൈലേ ഉള്ളൂ. അതങ്ങ് ക്രോസ് ചെയ്തിട്ട് ഇവിടെ ലെക്ലെയർ എന്ന് പറഞ്ഞ ടൗണിലാണ് അതിൻ്റെ വടംവലി ഇവിടെ നടക്കണം. പക്ഷേ ഇവിടെ വന്നപ്പോൾ യാതൊരു ആഘോഷവും ഇല്ല, ആകപ്പാട് യാതൊരു വൈബും ഇല്ല. ഒരുമാതിരി നിർജ്ജീവാവസ്ഥയില്ല. അതിലേലും കുറച്ച് ആൾക്കാരുണ്ട്, മിക്കവാറും ആൾക്കാർ ഇരുന്നുണ്ട്, ബാറിലിരുന്നുകൊണ്ട് സ്മോൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ എൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ടേൺ എടുത്തിട്ട് നമുക്ക് താഴോട്ട് പോകണം. റിവർ ഫ്രണ്ടിൽ തന്നെയാണ്. ഒരുമാതിരി ഒരു സ്ലീപ്പി ടൗണാണ്. മറ്റേ ടൗണ് ഭയങ്കര വൈബായിരുന്നു, നല്ല ആൾക്കാരുമുണ്ട്, 10 നല്ല ആൾക്കാർ, നല്ല കാഴ്ചക്കാരുണ്ട്. നമുക്ക് ഇതിൻ്റെ താഴോട്ട് പോയി നോക്കാം. ഇവിടെയുണ്ട് കാർണിവലിൻ്റെ പരിപാടിയൊക്കെ ഇവിടെയും കാണുന്നുണ്ട്. സമ്മറിലൊക്കെ ഇവിടെയുള്ള ആഘോഷങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഇതിലേക്ക് കയറി പോകണം എനിക്കറിയാൻ മേല. ഒരു പക്ഷേ വടംവലി കാണാനായിട്ട് ഇതായിരിക്കും ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ പേ ചെയ്യണമായിരിക്കും. അവരോട് ചോദിച്ചു നോക്കാം. ഇതിൻ്റെ ഇവിടുത്തെ എൻട്രൻസ് ഫ്രീ $8. മറ്റൊരിടത്ത് $5 ഇവിടെ എൻട്രൻസ് ഫീ $8. ഇവിടെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ക്രൗഡൊന്നും കാണുന്നില്ല. എന്നാലും നമ്മൾ ഇതിൻ്റെ മറ്റേ സൈഡിലേക്ക് എത്തിയേക്കുവാണ്. അതിൻ്റെ എൻഡിങ് പോയിൻ്റ് ഇവിടെയാണ്. മറ്റേ കര നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെയുണ്ട് കാർണിവലിൻ്റെ ജയൻറ്റ് വീലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഇവിടെയുണ്ട്. അത്യാവശ്യമില്ലാത്തൊരു ക്രൗഡുണ്ട്. നമുക്ക് ഫ്രണ്ടിലേക്ക് പോയിട്ട് നോക്കാം നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത്. ഒരുമാതിരി കാർണിവൽ സ്റ്റൈലിൽ ഇരിക്കാനുള്ള സീറ്റിംഗ് കാര്യമൊക്കെ ഉണ്ട്. ഇതൊരു പാർട്ടി ആംബിയൻസ്. ഇവിടെ വടംവലി വലിയ സീരിയസ് ഉണ്ട്. കാരണം ഇതുവരെ ഒന്നും അവർ ജയിച്ചിട്ടില്ല. ഒരുമാതിരി ഒരു പാർട്ടി ആംബിയൻസ് ഇവിടെ. നമ്മൾ വന്നപ്പോഴത്തേക്ക് താമസമായി. കാരണം ഇവിടുത്തെ വടമെല്ലാം വലിയെല്ലാം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ സൈഡ് ഒന്നുപോലും ജയിച്ചില്ലെന്നാണ് ഞാൻ ഇവിടുത്തെ ഒരു സ്ത്രീയായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇവിടുത്തെ ഒരു വലി പോലും ഇവിടെ ജയിച്ചിട്ടില്ല. എല്ലാ വലികളെല്ലാം ജയിച്ചേക്കുന്നത് ഇല്ലിനോയ്സ് സൈഡിലാണ്. നമ്മൾ നിന്നപ്പോൾ തന്നെ 4-5 വലി കണ്ടു. അവരെല്ലാം അവിടെ ജയിച്ചേക്കുന്നത് ഇല്ലിനോയ്സ് സൈഡിലാണ്. പക്ഷേ ഏത് ടീമാണ് കൂടുതൽ സ്കോർ ചെയ്തതെന്ന് നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ എൻ്റെ ഫൈനൽ വരെ കണ്ടില്ല. ഇനിയിപ്പോൾ ഇവിടുത്തെ വടം അഴിക്കുന്നതാണ്. വടം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം വടം വലിച്ച് കെട്ടിയേക്കണ അതിൻ്റെ മറ്റേ തുമ്പ് അടുത്ത സ്റ്റേജിലും ഈ വടത്തിൻ്റെ ഈ തുമ്പ് ഈ സ്റ്റേജിലുമാണ്. വടം ഇവിടെ കെട്ടിയേക്കുന്നത് നമുക്ക് കാണാം. ഇനി വടം അഴിക്കാനായിട്ട് അതിൻ്റെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി അവർക്ക് പിടിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഇപ്പോൾ നടക്കാൻ പോണത്. അത് കഴിഞ്ഞാൽ പിന്നെ വടം മറ്റേ സൈഡിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. 2700 ഫീറ്റ് ലോങ് നീളമുള്ള വടമാണ് ഇത് കെട്ടിയേക്കുന്നത്. ഒരു കരയിൽ നിന്ന് ഒരു റിവറിൻ്റെ ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് വലിച്ചിട്ടേക്കുന്ന വടമാണ് അത്. അതിൻ്റെ ഏകദേശം 400 കിലോയോളം തൂക്കമുള്ള വടമാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ടീം. ആർക്കും മുഖത്തങ്ങനെ വലിയൊരു എക്സൈറ്റ്മെൻറ്റോ സന്തോഷമൊന്നും കാണുന്നില്ല. എനിക്ക് തന്നെ ഒരു വർഷങ്ങളായിട്ട് ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു ടീമായിരിക്കണം. അതായിരിക്കും ഇവിടെ വലിയ ആൾക്കൂട്ടമില്ല. കാരണം അപ്പുറമാണ് ഇതിൻ്റെ 4 ഇരട്ടി ആൾക്കാർ അപ്പുറ സൈഡിൽ നിൽപ്പുണ്ട്.
എപ്പോഴും നമ്മൾ ജയിച്ചവരുടെ കൂടെ നിൽക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. ലൂസേഴ്സിൻ്റെ കൂടെ നിൽക്കാനായിട്ട് അധികം പരസ്പരമില്ലല്ലോ. പക്ഷേ ഇതിന് അയോവ സ്റ്റേറ്റുകാരൻ എപ്പോഴും ആ സ്റ്റേറ്റിൻ്റെ സ്പിരിറ്റ് കാട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കും. ഇവിടെ ആൾക്കാർ പാർട്ടി മോഡിലേക്ക് കാര്യങ്ങൾ മാറി കഴിപ്പും ഉള്ള പരിപാടികളൊക്കെയാണ്. എല്ലാവരും റിലാക്സ് ചെയ്തിട്ടിരിക്കുന്നു. നമ്മളിവിടുന്ന് അടുത്ത് ബാക്കിയുള്ളവരൊക്കെ അവിടുത്തെ ബ്രൂറി നിൽപ്പുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട് പോകാം. ഇവിടെ ചൂട് അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നല്ല ചൂടായിരുന്നു. നല്ല ചൂടെന്ന് വെച്ചാൽ ഏകദേശം 100 ഡിഗ്രിയോളം ചൂടുണ്ട്. മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ക്ലൗഡി ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അണ്ടിൽ ദെൻ ഗുഡ് ബൈ.